അതാ പറഞ്ഞത്, ഞാൻ മെയിൻ കോഴ്സ് തരുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ സപ്ലിമെന്ററി ആയിട്ടുള്ള ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ദാറ്റ് ഒരു മാർക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. സോ ഇനി എന്താണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുള്ളത് മൊത്തത്തിലൊന്ന് പറഞ്ഞേക്കാം. രാധാകൃഷ്ണൻ കമ്മീഷൻ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം വിദ്യാഭ്യാസം എന്നുള്ള വിഷയത്തിൽ ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ കമ്മീഷനാണെന്ത്, താങ്ക് യു ജോർജ്, ആദ്യത്തെ കമ്മീഷനാണെന്ത് രാധാകൃഷ്ണൻ കമ്മീഷൻ. സോ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് ഈസ് ദ ഫസ്റ്റ് എവർ കമ്മീഷൻ ഓൺ ദ സബ്ജക്ട് എഡ്യൂക്കേഷൻ എന്നുള്ള വിഷയത്തിൽ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണെന്ത് രാധാകൃഷ്ണൻ കമ്മീഷൻ. അതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് ഒന്ന് ഓർത്തിരിക്കാം. രാധാകൃഷ്ണൻ കമ്മീഷൻ ഒരു ബെറ്റർ കോർഡിനേഷന് വേണ്ടി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുമിച്ച് വേണം യൂണിവേഴ്സിറ്റി ആൻഡ് അഫിലിയേറ്റഡ് കോളേജസ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഒരു കോർഡിനേറ്റഡ് എഫോർട്ട് ആയിരിക്കണം. അതുകൊണ്ട് ഹയർ എഡ്യൂക്കേഷനെ കൺകറന്റ് ലിസ്റ്റിൽ ഇടണം എന്ന് ആവശ്യപ്പെട്ട കമ്മീഷനാണെന്ത് when it comes to finance and administration യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ത് റെക്കമെൻഡ് ചെയ്തിരുന്നു? ഹയർ എഡ്യൂക്കേഷനെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് റെക്കമെൻഡ് ചെയ്തു. അത് അന്ന് ഉടനെ സംഭവിച്ചോ? ഇല്ല, പിന്നീട് സംഭവിച്ചു. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ 76 സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും ഹയർ എഡ്യൂക്കേഷൻ ഉൾപ്പെടെ എഡ്യൂക്കേഷൻ പൂർണ്ണമായിട്ടും എവിടെത്തി? കൺകറന്റ് ലിസ്റ്റിലെത്തി. അതായത് രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് പിൽക്കാലത്ത് നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഇനി ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് കമ്മീഷൻ മുന്നോട്ട് വെച്ചത് എന്താണ്? കമ്മീഷൻ മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻ എന്താണ്? UGC ഒരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. എന്താണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ? മുമ്പ് ഒരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന് ലിമിറ്റഡ് പവർ ആയിരുന്നു, ഓട്ടോണോമി കുറവായിരുന്നു. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു UGC എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടൊരു UGC എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം രാധാകൃഷ്ണൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻസിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്സ് എന്താണ്? ഒരു കോർഡിനേറ്റഡ് സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഐഡിയ ഓഫ് കൺകറന്റ് ലിസ്റ്റിൽ ഇടണമെന്ന് റെക്കമെൻഡ് ചെയ്തു. ഓക്കെ, അത് നടന്നു പിൽക്കാലത്ത് നടന്നു. ഇനി അടുത്ത എന്താണ്? ഫണ്ടിങ്ങിന് ഒരു സെൻട്രലൈസ്ഡ് സ്ട്രക്ചർ, ഒരു സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ വിത്ത് മച്ച് ഓട്ടോണോമി വേണം. അത് സംഭവിച്ചു. നേരത്തെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റി ആയിരുന്നു. അതിന് എന്തായിട്ട് അല്ലെങ്കിൽ അതിന് പകരം എന്ത് നിലവിൽ വന്നു? ഒരു UGC കമ്മീഷൻ നിലവിൽ വന്നു. കമ്മിറ്റി മാറി കമ്മീഷനായി. അതിന് സ്റ്റാറ്റ്യൂട്ടറി പാർലമെന്റിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പിന്തുണ കിട്ടുകയും ചെയ്തു, അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം നടക്കുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടുമാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ. ഇനി അടുത്തതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, മിനിമം 12 ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. എന്താണ് മിനിമം 12 ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ എന്ത് നൽകാവൂ? ഹയർ എഡ്യൂക്കേഷൻ നൽകാവൂ. അപ്പോൾ മിനിമം 12 ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുമാർ പ്രായപരിധി എത്ര അച്ചീവ് ചെയ്യണം? 18 വയസ്സ് പ്രായപരിധി അച്ചീവ് ചെയ്യണം. ഇതിനായിട്ട് രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെഫറൻസ് എന്തായിരുന്നു എന്ന് അറിയാമോ? യുണൈറ്റഡ് കിങ്ഡം അതുപോലെ തന്നെ USA മാതൃക അഡോപ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? 12 ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് നിർബന്ധമായിരിക്കണം. ഓക്കെ, എന്തിനു വേണ്ടി? യൂണിവേഴ്സിറ്റി വർക്കുകൾക്ക് വേണ്ടി, ഒരു മനുഷ്യൻ പ്രാപ്തനാകുന്നതിന് വേണ്ടി. അപ്പോൾ യൂണിവേഴ്സിറ്റി വർക്കുകൾ പ്രാപ്തനാകാൻ വേണ്ടി 12 വർഷത്തെ സ്കൂളിംഗ് അല്ലെങ്കിൽ 18 വയസ്സെന്നുള്ളൊരു മാനദണ്ഡം, 18 വയസ്സുള്ള മാനദണ്ഡത്തിനേക്കാൾ ഉപരി 12 വർഷത്തെ സ്കൂളിംഗും അതിനുശേഷമുള്ള ഒരു പൊതു പരീക്ഷയും പാസ്സായ ശേഷം മാത്രമേ ഒരു വിദ്യാർത്ഥിയെ എവിടോട്ട് അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ? ഹയർ എഡ്യൂക്കേഷനിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ റെക്കമെൻഡേഷനാണെന്ത് എന്ന് പറഞ്ഞ കമ്മീഷനാണെന്ത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് എന്തിനും റിഫോംസ് സജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഈവൻ ദോ ദിസ് ഈസ് എ കമ്മീഷൻ ഓൺ ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും ആ 12 വർഷത്തെ സ്കൂളിംഗ് ഈ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ കമ്മീഷൻ അതിന്റെ ചാപ്റ്റർ 4 എന്തും സജസ്റ്റ് ചെയ്യുന്നുണ്ട്? വെരി ഇമ്പോർട്ടൻറ്റ്, എന്തും സജസ്റ്റ് ചെയ്യുന്നുണ്ട്? റിഫോംസ് ഇൻ സെക്കൻഡറി എഡ്യൂക്കേഷനും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. തെറ്റിപ്പോകരുത്. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ്റെ കീ തന്നെ തെറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷനിൽ എന്തുകൊണ്ട്? സെക്കൻഡറി എഡ്യൂക്കേഷൻ റിഫോംസും ഉണ്ട്. അപ്പോൾ മുതലിയാർ കമ്മീഷനിൽ മാത്രമാണോ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിഫോംസ് സജഷനായിട്ട് വന്നിട്ടുള്ളത്? അല്ല, ഏതിലും വന്നിട്ടുണ്ട്. രാധാകൃഷ്ണൻ കമ്മീഷനിലും ഒരു ചാപ്റ്റർ ഉണ്ട് ഏതിനെ സംബന്ധിച്ചിടത്തോളം? റിഫോംസ് ഇൻ സെക്കൻഡറി എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാണ് അത് വന്നത്? അതാണ് നിങ്ങൾ കോൺസെപ്റ്റ് ഇനി മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് അത്തരത്തിലൊരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വന്നു? കാരണം 12 ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്തിന് മാൻഡേറ്ററി ആണ്? ഹയർ എഡ്യൂക്കേഷൻ മാൻഡേറ്ററി ആണ്. അപ്പോൾ ആ 12 ഇയേഴ്സ് ഓഫ് സ്കൂളിംഗുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വേണ്ടേ? അവിടെ മാറ്റം വേണ്ടേ? വേണം. കാരണം രാധാകൃഷ്ണൻ കമ്മീഷൻ ഐഡന്റിഫൈ ചെയ്തത് എന്താണ്? ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. ആ 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ആ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫേസ് ആണത് ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക്. ആ ലിങ്ക് വീക്ക് ആവുന്നത് കൊണ്ട് തന്നെ ഹയർ എഡ്യൂക്കേഷൻ എന്താവുന്നുണ്ട്? വീക്ക് ആവുന്നുണ്ട്. പ്രൈമറി എഡ്യൂക്കേഷൻ ഈ സംവാട്ട് ഫൈൻ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു 9th, 10th, 11th and 12th എന്താണ്? ഇറ്റ് ബിക്കംസ് അല്ലെങ്കിൽ ഇറ്റ് ഫോംഡ് എ കൈൻഡ് ഓഫ് വീക്കസ്റ്റ് ലിങ്ക് ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. സോ അത് ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി ഹി സജസ്റ്റഡ് സർട്ടൻ റെക്കമെൻഡേഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണെന്ത്? അദ്ദേഹം ഇന്റർമീഡിയറ്റ് കോളേജസ് സജസ്റ്റ് ചെയ്തു. എന്താണ്? ഇന്റർമീഡിയറ്റ് കോളേജസ് സജസ്റ്റ് ചെയ്തു. അതായത് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്നും പൂർണ്ണമായിട്ടും പ്രീ ഡിഗ്രിയെ ഒഴിവാക്കണം. അതായത് പ്രീ യൂണിവേഴ്സിറ്റി പഠന കാലഘട്ടമായിട്ടുള്ള +1, +2ന്റെ ബദലായിട്ട് അന്ന് ഉണ്ടായിരുന്ന എന്താണ് പ്രീ ഡിഗ്രി സമ്പ്രദായം ഒഴിവാക്കി അതെന്താക്കണം? 9, 10 ക്ലാസ്സുകളോട് ചേർത്ത് 9, 10, 11, 12 എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റിയുടെ വെളിയിൽ എന്താണ് ഒരു ഇന്റർമീഡിയറ്റ് കോളേജ്. അപ്പോൾ സ്കൂളിന് ശേഷം ഇന്റർമീഡിയറ്റ് കോളേജിന് ശേഷം യൂണിവേഴ്സിറ്റി. ഇങ്ങനെ ഒരു സജഷനാണ് ആര് വെച്ചത്? രാധാകൃഷ്ണൻ കമ്മീഷൻ വെച്ചത്. അപ്പോൾ ഇന്റർമീഡിയറ്റ് കോളേജ് എന്നുള്ളതിലേക്ക് സെക്കൻഡറി എഡ്യൂക്കേഷൻ വന്നതുകൊണ്ട് രാധാകൃഷ്ണൻ കമ്മീഷനിൽ എന്തുണ്ട് പിള്ളേരെ? രാധാകൃഷ്ണൻ കമ്മീഷനിൽ സെക്കൻഡറി റിഫോംസ് ആർ ദെയർ. അതുകൊണ്ട് തെറ്റിക്കരുത്, ഇറ്റ് ഇസ് വെരി മച്ച് ദെയർ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്?
18 വയസ്സ് തികയാത്ത 12 ഇയേഴ്സ് സ്കൂളിംഗ് കംപ്ലീറ്റ് ആവാത്ത ഒറ്റ ഒരെണ്ണത്തെ പോലെ ഇവിടെ കണ്ടുവരുന്നത് യൂണിവേഴ്സിറ്റി കോളേജുകളിലോ യൂണിവേഴ്സിറ്റി ടീച്ചിങ് ക്യാമ്പസുകളിലോ ടീച്ചിങ് കോളേജസിലോ അഫിലിയേറ്റഡ് കോളേജസിലോ കണ്ടുവരുന്നത്. അവർക്കെല്ലാം കൂടെ വേണ്ടി എന്താണ്? അവർക്കെല്ലാം അവർ പ്രാപ്തരായിട്ടില്ല, ഹയർ എഡ്യൂക്കേഷന് പ്രാപ്തരായിട്ടില്ല, അവരിപ്പോഴും സ്കൂളിംഗിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് സ്റ്റാർട്ട് ചെയ്തോ? ഇന്റർമീഡിയറ്റ് കോളേജ് സ്റ്റാർട്ട് ചെയ്തോ? അവർ ഉറപ്പായിട്ട് എവിടെ വേണ്ട? പ്രീ ഡിഗ്രി എന്നുള്ളൊരു സമ്പ്രദായത്തിൽ യൂണിവേഴ്സിറ്റിയിലെ പ്രീ യൂണിവേഴ്സിറ്റി സമ്പ്രദായം വേണ്ട എന്ന് ആര് റെക്കമെൻഡ് ചെയ്തു? രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. ഈ റെക്കമെൻഡേഷൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നമുക്കറിയാം ഏർലി 2000 വരെയും കേരളത്തിലൊക്കെ എന്ത് നിലനിന്നിരുന്നു? പ്രീ ഡിഗ്രി സമ്പ്രദായം നിലനിന്നിരുന്നു. ഓക്കെ, കോളേജുകളുടെ ഭാഗമായിട്ട് തന്നെയാണത് ഈ പറയുന്ന പ്രീ ഡിഗ്രി ക്ലാസ്സസ് നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രീ ഡിഗ്രി ക്ലാസ്സസിന്റെ ഭാഗമായിട്ട് കോളേജുകളിലാണോ ഹയർ സെക്കൻഡറി നടക്കുന്നതല്ല, ഹയർ സെക്കൻഡറി ഇപ്പോൾ സ്കൂളിന്റെ ഭാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമേണ ഗ്രാജുവലി രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ നടപ്പിലായെന്നുള്ളതാണ്. നമ്മൾ ഇനി ഇപ്പോൾ ഫസ്റ്റ് എവർ കമ്മീഷനിൽ എത്തിയതേ ഉള്ളൂ. ഇനിയിപ്പം മുതലിയാർ കമ്മീഷൻ ഉണ്ട്, അതിനുശേഷം കോത്താരി കമ്മീഷൻ വരുന്നുണ്ട്, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് വരുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പം ഈ എഡ്യൂക്കേഷൻ ഒരു 76 വരെ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരുന്നേ. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് തങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഇത് മാനേജ് ചെയ്യാനും നിയമനിർമ്മാണം നടത്താനും സാധിക്കുമായിരുന്നു. പിന്നീടാണല്ലോ ഇത് ഒരു കൺകറന്റ് വിഷയമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. സോ സംഗതി എത്രയേ ഉള്ളൂ, പറയുന്നതിന് വ്യക്തത വേണം. നമ്മൾ ഫസ്റ്റ് എവർ കമ്മീഷനാണ്, ഇതിന്റെ എല്ലാ റെക്കമെൻഡേഷൻസും ആസ് സച്ച് ഗവൺമെന്റ് എടുക്കുന്നില്ല. പക്ഷേ പിൽക്കാലത്തേക്ക് ഈ റെക്കമെൻഡേഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പല മറ്റ് കമ്മീഷൻസ് ഈ റെക്കമെൻഡേഷൻസ് അപ്ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ നിലയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ആ നിലയ്ക്ക് ആ കമ്മീഷൻസ് ഇത് മീൻസ് ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ശരി, പിന്നെ ബാക്കി റെക്കമെൻഡേഷൻസ്. അപ്പോൾ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പം 12 ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് വേണമെന്ന് പറഞ്ഞു. 12 ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങിന് ശേഷം ഒരു പൊതുപരീക്ഷ, അത് 12ാം ക്ലാസ് പരീക്ഷയാകാം, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ടെസ്റ്റ് ആവാമെന്ന് പറഞ്ഞു. എൻട്രൻസ് ടെസ്റ്റ് ഒബ്ജക്റ്റീവ് എക്സാം ഫോർമാറ്റിലാക്കാമെന്ന് പറഞ്ഞു. പിന്നെന്താണ്? ജനറൽ എഡ്യൂക്കേഷൻ. എല്ലാവരും ഹയർ എഡ്യൂക്കേഷനിലോട്ട് പോകേണ്ട കാര്യമില്ല, വേണമെങ്കിൽ വൊക്കേഷണൽ ആയിട്ടോ അല്ലെങ്കിൽ ജനറൽ പർപ്പസിലോ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി യൂണിവേഴ്സിറ്റികളുടെ ബർഡൻ കുറയ്ക്കാം എന്നൊക്കെയുള്ള ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. മേജർ റെക്കമെൻഡേഷൻ കൺകറന്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ, UGC ആയിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ, ഇന്റർമീഡിയറ്റ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ, ആ 12 ഇയേഴ്സ് സ്കൂളിംഗുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ, 18 വയസ്സ് തികയാത്ത ആർക്കും ഹയർ എഡ്യൂക്കേഷൻ നൽകേണ്ട എന്നുള്ള UK USA മാതൃകയിലുള്ള ആ റെക്കമെൻഡേഷൻ. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ്. ഓക്കെ, പിന്നെ ഞാൻ ഫസ്റ്റ് ലെക്ചറിൽ പെയ്ഡ് ബാച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടീച്ചേഴ്സിന്റെ ഹയറാർക്കി ഡിഫൈൻ ചെയ്തു. പ്രൊഫസർ, റീഡർ, ലെക്ചർ, ഇൻസ്ട്രക്ടർ എന്നുള്ളത് ക്ലാസ് കണ്ടാൽ മതി, അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യനൈസ് ലാംഗ്വേജ് പോളിസിയാണ് നമ്മൾ ഇന്ന് ഈ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തത്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട റിഫോംസിൽ റിട്ടൺ ടെസ്റ്റിന് പകരം ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ ആകാമെന്ന് പറഞ്ഞ കമ്മിറ്റിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ക്യൂരിയോസിറ്റിക്ക് ഞാൻ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. എന്താണ്? ഒരു സോഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യരുത്. ഹയർ എഡ്യൂക്കേഷനിൽ എന്ത് പറയരുത്? സോഴ്സ് പറയരുത്. കാരണം എന്താണ്? ദീസ് പീപ്പിൾ ഹാവ് അറ്റൈൻഡ് ദ മെച്യൂരിറ്റി ദാറ്റ് അവർ സിലബസ് പ്രകാരം അവർ ഇത്രയും വൈഡ് ഓപ്പൺ ആണ് കാര്യങ്ങൾ. സോ അവർ സ്വന്തം നിലയ്ക്ക് എന്ത് ചെയ്യട്ടെ? ആ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കട്ടെ, കോംപ്രഹെൻഡ് ചെയ്യട്ടെ. ഒരു സോഴ്സിലേക്ക് അവർ എന്ത് ചെയ്യരുത്? ലിമിറ്റ് ചെയ്യരുത്. അതായത് റഫറൻസ് ബുക്കുകളൊന്നും തന്നെ എന്ത് ചെയ്യേണ്ട? പഠിക്കാനായിട്ട് നൽകേണ്ടതില്ല. എന്ത് ചെയ്യണം? അതൊക്കെ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന പോലെ ഹയർ എഡ്യൂക്കേഷൻ പർസ്യൂ ചെയ്യുന്ന ആൾക്കാർ സ്വന്തം നിലയ്ക്ക് അവരെന്ത് ചെയ്യട്ടെ? അവരത് കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞ കമ്മീഷനാണ്. പിന്നെന്താണ്? പിന്നെ ഞാൻ പറഞ്ഞു, റൂറൽ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ഹയർ എഡ്യൂക്കേഷനെ 3 സ്ട്രീമായിട്ടാണ് തിരിച്ചത്: സയൻസ്, ആർട്സ് ആൻഡ് വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ. ആ വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കലിനെ ഫർദറായിട്ട് 6 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇനി മോറൽ, റിലീജിയസ് ആൻഡ് വിമൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു അധ്യാപന ദിവസം അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഡേ ഒരു ഹയർ എഡ്യൂക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിശബ്ദത അല്ലെങ്കിൽ ഒരു മൗനമായിട്ട് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യണമെന്നൊക്കെയുള്ള റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അധ്യാപകരായിട്ട് സ്ത്രീ ലെക്ചറേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് ഈക്വൽ പേ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, മീൻസ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി സ്ത്രീകൾക്ക് നൽകുന്നതിന് പുറമേ തന്നെ സ്ത്രീകൾക്ക് ടീച്ചേഴ്സായിട്ട് വരുമ്പോൾ പുരുഷന്മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ വേതനം നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് കമ്മീഷൻ റെക്കമെൻഡേഷനിൽ. പിന്നെ എഡ്യൂക്കേഷൻ്റെ കേസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിക്കൽ ആവണമെന്നില്ല. പുരുഷന്മാർക്ക് നൽകുന്ന വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് നൽകുന്ന വിദ്യാഭ്യാസവും എന്താവണ്ട? ഐഡന്റിക്കൽ ആകണ്ട. കാരണം അന്ന് ആ കാലഘട്ടത്തിൽ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഹോം മേക്കേഴ്സ് കൂടി ആയതുകൊണ്ട് തന്നെ അവരുടെ ഹോം മേക്കിങ്ങിന് അല്ലെങ്കിൽ കുട്ടികളുടെ പരിപാലനത്തിനൊക്കെ വേണ്ടുന്ന കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാം? സിലബസിന്റെ ഭാഗമായിട്ട് അവർക്ക് നൽകുന്ന ലേണിങ്ങിന്റെ ഭാഗമായിട്ട് നൽകാം. പുരുഷന്മാർക്ക് നൽകുന്ന അതേ സാധനം ജനറൽ ആയിട്ട് ആ സെറ്റ് അവർക്ക് കൊടുക്കണ്ട, മറിച്ച് എന്ത് ചെയ്യാം? അതിന്റെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി. ഇറ്റ് ഷാൾ നോട്ട് ബി എക്സാക്ട്ലി ദ സെയിം ഗിവൺ ടു ദ മെൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത് വഴി നിങ്ങൾക്ക് ഭാഷയായിട്ട് ബന്ധപ്പെട്ട് ഭാഷാ നയം, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഭാഷാ നയം ഇൻ ടേംസ് ഓഫ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇൻ ടേംസ് ഓഫ് multilingual conversants as Indians as multilingual conversants, the script for federal language and reference on federal language, and its stand on English as a language. So the commission, bottom line parayana, Radhakrishnan commission never gave up on English. Only that it suggested a replacement for English in medium of instruction. As medium of instruction, English shall be replaced എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങൾ മെയിൻ ക്ലാസ്സിനൊപ്പം തന്നെ അതിനെ സപ്ലിമെന്റ് ചെയ്തുകൊണ്ട് കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിവിഷൻ സമയത്ത് ഈ ക്വസ്റ്റിനും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളും കൂടെ നോക്കുക. അതാ പറഞ്ഞത്, ഞാൻ മെയിൻ കോഴ്സ് തരുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ സപ്ലിമെന്ററി ആയിട്ടുള്ള ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ദാറ്റ് ഒരു മാർക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, സോ താങ്ക്സ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. സോ അതാ പറഞ്ഞത്, ആസ് വി പ്രോഗ്രസ്
നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് കിട്ടുന്ന മുറയ്ക്ക് ഇതുപോലെ ലൈവിൽ വന്നിട്ടോ അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ടോ നിങ്ങൾക്ക് വാല്യുവേഷൻ തരാം. അപ്പം മെയിൻ ക്ലാസ്സുകൾ, കമ്മീഷൻസ്, ആക്റ്റുകൾ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സമയബദ്ധമായിട്ട് തന്നെ ഞാൻ തീർക്കും. അതിനൊപ്പം ഗ്യാപ്പുകളോ ഡെഫിസിറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അത് ബ്രിഡ്ജ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കോഴ്സ് നിങ്ങൾക്ക് കിട്ടും.